നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് കരുതപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒഡീഷയിലും ബിജെപി നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് പുറത്തു വന്ന സകല സർവേകളും സൂചിപ്പിക്കുന്നത്. എന്തായാലും ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 തെരഞ്ഞെടുപ്പ് റാലികളാണ് അഭിസംബോധന ചെയ്തത്. ഇതിൽ 3 റാലികൾ ഒഡീഷയിലും 1 റാലി പശ്ചിമ ബംഗാളിലുമാണ് നടന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബിജെപി എത്രത്തോളം പ്രാധാന്യം ഈ പശ്ചിമ ബംഗാളിനും ഒഡീഷയ്ക്കും നൽകുന്നുണ്ട് എന്നത്. എന്തായാലും ഈ 2 സംസ്ഥാനങ്ങളിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടി ബിജെപി പ്രവർത്തിച്ചു തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലൊന്നും തന്നെയല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ കൃത്യമായ പ്രവർത്തനം ബിജെപി ആരംഭിച്ചിരുന്നു. 2019 ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ 18 സീറ്റുകൾ നേടുന്നത്. അത് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ചരിത്ര വിജയം എന്നൊക്കെ പറയാവുന്ന നേട്ടം തന്നെയായിരുന്നു. അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ദിലീപ് ഘോഷ് ആയിരുന്നു ആ വിജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചത്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെതിരെ വ്യാപകമായ പ്രചാരണം നടത്താനുള്ള എല്ലാ ഊർജവും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് സമ്മാനിച്ചിരുന്നു. അതിനുശേഷം 2019 തന്നെ ബിജെപി ഹൈ വോൾട്ട് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഹൈ വോൾട്ട് പ്രചരണത്തിന്റെ ഫലമായിരുന്നു ബിജെപി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത്. സംസ്ഥാനത്ത് 77 സീറ്റുകളാണ് ബിജെപി സ്വന്തമാക്കിയത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സ്വന്തം തട്ടകമായ നന്ദിഗ്രാമിൽ ബിജെപിയുടെ സുവേന്ദു അധികാരി വിജയിച്ചു കയറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം സംസ്ഥാനത്തെ ബിജെപി നേതൃത്വത്തിന്റെ ഏറ്റവും മുകൾ നിരയിലേക്ക് ഉയരുന്ന കാഴ്ച കൂടിയാണ് രാജ്യം കണ്ടത്. മമതാ ബാനർജിയുടെ ബുദ്ധികേന്ദ്രമായിരുന്ന അധികാരി ബിജെപിക്ക് സംസ്ഥാനത്ത് മികച്ച അടിത്തറ തന്നെ ഉണ്ടാക്കി കൊടുത്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗാളിലെ ബിജെപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുന്നിൽ 2024 അല്ല ലക്ഷ്യം. അതൊക്കെ മുൻപ് തന്നെ ബിജെപി കൃത്യമായ ചിട്ടയോട് കൂടിയ പ്രവർത്തനത്തിന്റെ ഫലത്തിൽ വിശ്വാസം അർപ്പിച്ച് കഴിയുകയാണ്. ഇനി ഒഡീഷയിലാവട്ടെ, അവിടെ ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട സംഖ്യയാണ് നേട്ടം പ്രതീക്ഷിക്കുന്നത്. 2019-21 8 സീറ്റുകൾ സ്വന്തമാക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു. ഇത്തവണ ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം മാത്രമല്ല, മറിച്ച് സംസ്ഥാന ഭരണം പിടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം കൂടി ബിജെപിക്ക് മുന്നിലുണ്ട്. ഇതിന്റെ സൂചനകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ബിജെഡിയുടെ ശക്തി ക്ഷയിക്കുമെന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ആദ്യം ഉണ്ടായത് ബിജെപിക്ക് ഉള്ളിൽ തന്നെയാണ്. അതിന്റെ ഭാഗമായി അവിടെയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബിജെപി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ 2 സംസ്ഥാനങ്ങൾ, ഒഡീഷയും പശ്ചിമ ബംഗാളും, അവിടെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പ്രവർത്തനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ഇത് ബിജെപിയെ സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.